ഇസ്രയേലിന് നേർക്കുള്ള ആക്രമണം മിക്കവാറും നാളെ ഉണ്ടാവാൻ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ല എന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് CNN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ സമീപത്തും ദൂരെയുമുള്ള ശത്രുക്കൾക്കെതിരെ ഏതു വിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമെന്ന് ഇസ്രയേൽ സൈന്യം നേതൃത്വം നൽകിയതായും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന് നേരെ ആരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാലും കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും ഇസ്രയേലിനുണ്ട് എന്നും സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുകയാണ്. ഇക്കുറി അല്ലെങ്കിൽ പിന്നെ ബന്ദികളുടെ മോചനം അസാധ്യമാകുമെന്ന ആശങ്കയിൽ നെതന്യാഹുവിനുമേൽ വലിയ സമ്മർദ്ദം തുടരുകയാണ് ബന്ദികളുടെ ബന്ധുക്കൾ. ഇത് തന്നെയാണ് പ്രക്ഷോഭത്തിലേക്ക് വഴിവെക്കുന്നത്. വ്യാഴാഴ്ച ചക്കുമുമ്പ് നെതന്യാഹു ചർച്ചയ്ക്കായി നിയോഗിച്ച ഇസ്രയേൽ സംഘവുമായി സംസാരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു.